ശ്ലോകം 4. ഭവന്തം അവിതർക്കയൻ. ഹേ ഗുരുവായൂരപ്പ, അങ്ങയെ അറിയാതെ, ആരാണെന്ന് അന്വേഷിക്കുകയും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോഴേക്ക് ജാമ്പവാന് കുറച്ച് കാഴ്ചക്കുറവും വന്നിട്ടുണ്ട്. ഇങ്ങനെ ആക്കിയാലേ കണ്ണ് കാണുള്ളൂ. ഇങ്ങനെ പിടിച്ച് നോക്കണം. ഇതൊന്നുമില്ല. ധാത്രി വിളിച്ചു, കുട്ടിയും അവിടെ നിലവിളിക്കുന്നുണ്ട്. ആരോ ഒരാൾ, പുതിയ ഒരാൾ വന്നു. ഭവന്തം അവിതർക്കയൻ അതിവയാഹ ജാമ്പവാൻ. വയസ്സിപ്പോൾ എത്രയായി ഒന്ന് ആലോചിച്ച് നോക്കൂ. ത്രേതായുഗത്തിൽ രാമൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ. ദ്വാപരയുഗത്തിൻ്റെ അവസാനം. ദ്വാപരയുഗം എന്ന് പറയുന്നത് 8,64,000 വർഷമാണ്. അതിൻ്റെ അവസാനം 125 വയസ്സ് വരെയാണ് ശ്രീകൃഷ്ണൻ ഇരുന്നത്. അദ്ദേഹം പോയപ്പോൾ കഴിഞ്ഞു. അപ്പോൾ എത്ര കാലം, എത്ര ലക്ഷം വർഷങ്ങളിരുന്നു. അതിവയാഹ, ധാരാളം വയസ്സായിട്ടുള്ള ആ ജാമ്പവാൻ മുന്നോട്ട് വരികയാണ്. വരുമ്പോൾ പിറുപിറുത്തുകൊണ്ടാണ് വരുന്നത്. എന്താ പിറുപിറുക്കണത്? മുകുന്ദ ശരണം ചീമാം കൈഹരോധും. ആ മുകുന്ദനെ, ആരാ മുകുന്ദൻ? മുക്തിയെ തരുന്നവൻ. മുക്തിയെ തരുന്നവൻ. മുകും മുക്തിം ദദാതി ഇതി മുകുന്ദ. നമുക്കെല്ലാവർക്കും ഈ സംസാര ദുഃഖത്തിൽ നിന്ന് മോചനം തരുന്ന ആൾ ഭഗവാനാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ ഭ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ശരീരമാണ്. അപ്പോൾ ശരീരത്തിൻ്റെ ദോഷങ്ങളെല്ലാം എന്നെ ബാധിക്കും. അല്ല, ഈ ശരീരത്തിനെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യമാണ് ഞാൻ എന്ന അറിവ് തരുന്ന ആളാണ് മുകുന്ദൻ. അതാണ് മുക്തി. ഞാൻ ഈ ശരീരമല്ല, ശരീരത്തിനെ പ്രകാശിപ്പിക്കുന്ന ശാശ്വതമായ ചൈതന്യം, സനാതനമായ ചൈതന്യം. ഒരിക്കലും നശിക്കാത്ത ചൈതന്യം, സച്ചിദാനന്ദ സ്വരൂപമായ ചൈതന്യം. ആ ചൈതന്യമാണ് എന്ന അറിവ് നമുക്ക് തരുന്ന ആളാണ് മുകുന്ദൻ. അല്ലാണ്ട് എവിടേക്കെങ്കിലും കൊണ്ടുപോവുകയല്ല നമ്മളെ. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ആ അറിവ് നമുക്ക് തരുന്നു. അതിനനുസരിച്ച് നമ്മൾ ജീവിതത്തിനെ ക്രമീകരിക്കുന്നു. ആ മുകുന്ദൻ, മുകുന്ദ ശരണം ഹിമാം. ഇവിടെ മുകുന്ദനായിട്ട് ജാമ്പവാൻ കാണുന്നത് ശ്രീരാമനെയാണ്. ശ്രീരാമൻ എല്ലാവരും വിഷ്ണുവാണല്ലോ. വിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീരാമനും കൃഷ്ണനും. അപ്പോൾ ഇവിടെ മുകുന്ദൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രീരാമൻ. ശ്രീരാമന് ശരണം പ്രാപിച്ചിരിക്കുന്ന എന്നെ മാം കഹ ഇഹരോദ്ധും. ആരാ ഇവിടെ തടുക്കാൻ? ആരാ എന്നെ നിരോധിക്കാൻ? ആരാ എന്നോട് യുദ്ധത്തിന് വരാൻ? ഇത് ആലപൻ എന്ന് പറഞ്ഞുകൊണ്ട്, ലപ്പ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക, പറയുക. ആലപൻ ആളെ കണ്ടിട്ടൊന്നുമല്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നു. ഒരാൾ, പുറമേ നിന്ന് ഒരാൾ വന്നിരിക്കുന്നു. ആരാണെന്നൊന്നും നോക്കിയില്ല. അയാളുടെ അടുത്ത് വന്നു. അയാളെ അടിക്കാൻ തുടങ്ങി. വിഭോ രഘുപതേ ഹരേ ജയ ജയ. വിഭോ, സർവത്ര വ്യാപിച്ച് സർവം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് വിഭു. ശക്തനായിട്ടുള്ള ആൾ, പ്രഭുവാണ്, പ്രപഞ്ചത്തിൻ്റെ പ്രഭുവാണ് അദ്ദേഹം. രഘുപതേ, രഘുവംശത്തിൻ്റെ നാഥനായിരിക്കുന്ന ഹേ ശ്രീരാമചന്ദ്ര പ്രഭോ. ഹരേ, അങ്ങ് ആരാണ്? ഹരിയാണ്, ആ വിഷ്ണുവാണ്. ഹരേ ജയ ജയ, അങ്ങ് ജയിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ചെയ്യണേ?
അലം മുഷ്ടിഭി, അടിയാണ്, കൈ ചുരുട്ടി അടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സിംഹത്തിനെ കൊന്ന ആ ശക്തിയാണ്. അലം മുഷ്ടിഭി ചിരം തവ സമർച്ചനം, വളരെ നേരത്തേക്ക് അങ്ങേ പൂജിച്ചു എന്നാണ് പറയുന്നത്. സമർച്ചനം, ഭഗവാൻ അത് ഒരു പൂജ പോലെ തന്നെയാണ് തോന്നിയത്. സമർച്ചനം വ്യഥിത, പൂജയെ ചെയ്തു. ആരാണ് വാസ്തവത്തിൽ? ഭക്തചൂടാമണി, ഭക്തന്മാരുടെ ശിരോരത്നം. അതാണ് ജാംബവാനെ പോലെ അത്ര വലുതായൊരു ഭക്തനെ കാണില്ല. ഹനുമാൻ, ജാംബവാൻ രണ്ടുപേരും ഒരേപോലെ ആണ്. എപ്പോഴും രാമചന്ദ്രപ്രഭുവിൻ്റെ കൂടെ നടന്ന് വേണ്ടതായ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്ന ആൾ, ഓരോ സമയത്തും ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളാണ് ജാംബവാൻ. ഭക്തചൂടാമണി, അങ്ങനെ ഭഗവാനെ ഭജിച്ചിരുന്ന ആ ശ്രേഷ്ഠനായ ഭക്തൻ ആരാണ് വന്നിരിക്കുന്നത് എന്ന് അറിയാതെ കണ്ട് അദ്ദേഹത്തിന് ഒരു കള്ളനെ പോലെ, അല്ലേ, കള്ളനാണെന്ന് വിചാരിച്ചിട്ട് അടിക്കാൻ തുടങ്ങി. ആ യുദ്ധം വളരെ ദിവസങ്ങൾ നിന്നു എന്നാണ് പറയുന്നത്. 27 ദിവസം ആ യുദ്ധം നിന്നു. രാത്രിയിൽ പോലും നൃത്തമില്ല, അഹർനിശമാണ്. ആഹാരത്തിന് വേണ്ടി നൃത്തമില്ല, നിർത്തലില്ല. 27 ദിവസം തുടർച്ച. ഭാഗത്തിലും മറ്റും 27 വലിയ പ്രാധാന്യമാണ്. ആ ചന്ദ്രൻ്റെ മാസങ്ങളെ കണക്കാക്കിയിട്ടായിരിക്കാം ചന്ദ്രമാസം ഉദ്ദേശിച്ചിട്ടാകാം. അങ്ങനെ 27 ദിവസം ഭഗവാനെ അടിച്ചു. ഒടുവിലോ ക്ഷീണിച്ചു. ഭഗവാന്റെ അടി കൊണ്ട് ക്ഷീണിച്ച് പരവശനായി താഴത്ത് വീഴുകയുണ്ടായി. അപ്പോഴാണ് മെല്ലെ കണ്ണു തുറന്നു നോക്കിയത്. ആ സമയത്ത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ രൂപം കാണിച്ചു കൊടുത്തിട്ടുണ്ടാവാം. തൻ്റെ ശ്രീരാമൻ തന്നെയാണ് ഈ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി വേണ്ട ചെയ്യണം. ശ്ലോകം 5. ബുദ്ധ്വാധ അനന്തരം അറിഞ്ഞു വന്നിരിക്കുന്നത് ഭഗവാനാണെന്ന് ബുദ്ധ്വ അറിഞ്ഞിട്ട്. അപ്പം ശ്രീരാമചന്ദ്ര പ്രഭു തന്നെയാണ് ഈ വന്നിരിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് ആ പാദങ്ങളിൽ നമസ്കരിക്കുകയാണ്. ഹേ ഭഗവൻ, അങ്ങ് ആരാണെന്ന് അറിയാതെ കണ്ട് ഇത്രയും ദിവസം ഞാൻ അങ്ങയുമായി യുദ്ധം ചെയ്തു. അങ്ങേ മുഷ്ടിപ്രയോഗം ദ്വന്ദ്വയുദ്ധം പോലെ മുഷ്ടിപ്രയോഗം ചെയ്യുകയുണ്ടായി. ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ആ പാദങ്ങളിൽ നമസ്കരിച്ചു. അവിടുന്ന് എഴുന്നേറ്റു. ഹേ ഭഗവാൻ, പറയൂ, ഞാൻ എന്താണ് അങ്ങക്ക് ചെയ്യേണ്ടത്? ഹേ ജാംബവാൻ, ഞങ്ങൾ കുറച്ച് പേര് വന്നിട്ടുണ്ട്. ഞങ്ങൾ വന്നത് ഈ രത്നത്തിനെ അന്വേഷിച്ച് വന്നതാണ്. കുട്ടി കളിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ, ആ രത്നത്തിനെ അന്വേഷിച്ച് വന്നതാണ്. പിന്നെ വേണമെന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷത്തോടി ആ രത്നമെടുത്ത് തുടച്ച് അതും പിന്നെ തേന ദത്താം നവരമണിയും വരമണിയും. നവരമണി ജാംബവതിയാണ്. ജാംബവതിയെ ഭഗവാൻ സമർപ്പിക്കുകയാണ്. പൂർവജന്മത്തിൽ സോമൻ്റെ പുത്രിയാണെന്നാണ് പറയുന്നത്. അവൾ ആ ജന്മത്തിൽ
ശ്രീനിവാസനെ പൂജിച്ചു. ഭഗവാനെ ഭർത്താവായി കിട്ടണമെന്നുള്ള ആഗ്രഹമാണ്. ഭഗവാൻ അനുഗ്രഹിച്ചു. എനിക്ക് ദ്വാപരയുഗത്തിൽ അവസാനത്തിൽ ശ്രീകൃഷ്ണനെ കിട്ടുന്നതായിരിക്കും എന്ന് അനുഗ്രഹിച്ചതാണ്. അതാണ് നവരമണിയും വരമണിയും ശ്രേഷ്ഠമായ രത്നം സമന്തകം പരിഗൃഹണൻ രണ്ടും ഭഗവാൻ സ്വീകരിച്ചു. അനുഗൃഹണൻ ജാമ്പവാനെയും കുട്ടിയുമൊക്കെ അനുഗ്രഹിച്ചു. അനുഗ്രഹണൻ നാമും അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചിട്ട് ആകാഹ പുറത്തേക്ക് വന്നു. ഗുഹയുടെ പുറത്തേക്ക് വന്നു. പുറത്ത് വന്നപ്പോഴോ 12 പേരെ നിർത്തിയിട്ടാണ് പോയത്. ആരുമില്ല അവിടെ. എവിടെ പോയി എന്നവർക്ക് ഭഗവാൻ അറിയാം. ഭഗവാൻ പോയി. ഇങ്ങനെ ജാമ്പവത്തിൻ്റെ കൂടെ പോവുകയാണ്. എപ്പോഴാണോ ഭഗവാൻ ദ്വാരകയിലെത്തിയത് അതവിടെ ഇരിക്കട്ടെ. അതിനു മുമ്പ് ഇപ്പോൾ ദേവീ ഭാഗവതം വായിക്കുന്നതുകൊണ്ടും ഒക്കെ നമുക്ക് ആ കഥകൾ നല്ലവണ്ണം അറിയാം. എപ്പോഴാണോ ഈ 12 പേരെ 12 ദിവസം അവിടെ നിന്നു എന്നാണ് പറയണത്. അവർക്ക് ആഹാരമില്ലാണ്ട് പറ്റില്ല. കൃഷ്ണനൊന്നും പറ്റില്ല എന്ന് നമുക്ക് പോവാം. അങ്ങനെ അവർ തിരിച്ച് ദ്വാരകയിലേക്ക് പോയി വസുദേവരോട് പറഞ്ഞു. വസുദേവരും ദേവിയെയും രുക്മിണിയൊക്കെ നിലവിളിക്കാൻ തുടങ്ങി. ഭഗവത് പ്രേരണ കൊണ്ട് നാരദൻ അവിടെ എത്തി. നാരദൻ കാര്യം അന്വേഷിച്ചു. ഇങ്ങനെയാണ് കൃഷ്ണൻ പോയിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് അറിയാതെ കൊണ്ട് ഞങ്ങൾ പരിഭ്രമിച്ചിരിക്കുകയാണ്. സാരമില്ല, എന്താപത്ത് വരുമ്പോഴും ദേവിയെ ഭജിക്കുക. അത് മാത്രമാണ് ഏക മാർഗം. രണ്ടാമതൊരു മാർഗമില്ല. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒരിക്കൽ കൂടി എഴുതാം. ആപതിക്കും കരണീയം സ്മരണീയം ചരണയുഗളമമ്പായ തത്സ്മരണം കിം ഗുരുതേ ബ്രഹ്മാദീനവി കിങ്കരീ ഗുരുതേ. ഒരാശ്രമം ഗുരു പല വിധത്തിലുള്ളതായ ജ്ഞാനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണം. അപ്പോൾ ദേവിയെ ഭജിക്കാൻ പറയുണ്ടായി. അതൊരു കുട്ടിക്ക് മനസ്സിലായില്ല. അവൻ ഗുരുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ഗുരു ആപതിക്കും കരണീയം, ആപത്ത് വരുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? മണ്ട എടാ, സ്മരണീയം ചരണയുഗളം അമ്പായാഹ, അതല്ലേ നിന്നോട് പറഞ്ഞു തന്നിരിക്കുന്നത്. അമ്പായാഹ അമ്മയുടെ ദേവിയുടെ ചരണയുഗളം ആ 2 പാദങ്ങൾ, സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ആ പ്രതീകങ്ങൾ. ആര് സത്യത്തിലും ധർമ്മത്തിലും ഉറച്ചു നിന്നുകൊണ്ട് ഇവിടെ ജീവിക്കുന്നുവോ അവർ പരമലക്ഷ്യത്തിലെത്തുന്നു. ആ പാദങ്ങളെ സ്മരണീയം, നീ എപ്പോഴും ചിന്തിക്കണം. സ്മരണീയം ചരണയുഗളം അമ്പായാഹ, അപ്പോഴും അവൻ തല ചൊറിഞ്ഞുകൊണ്ട് നിൽക്കണം. തത്സ്മരണം കിം ഗുരുതേ, അങ്ങനെ അമ്മയെ സ്മരിച്ചുകൊണ്ട് എന്താ ഉണ്ടാവുക? എന്താ ഫലം? എടാ, ബ്രഹ്മാദീനവി കിങ്കരീ ഗുരുതേ, ബ്രഹ്മാദി ദേവന്മാർ പോലും, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ പോലും കിങ്കരന്മാരായിട്ട് വരുന്നു. ദേവി എന്തു പറയുന്നു അത് ചെയ്യാൻ തയ്യാറായിട്ട് വരുന്നു. എപ്പോഴും ഓർമ്മ വയ്ക്കൂ. ആർക്കെങ്കിലും ദുഃഖം വരുമ്പോൾ ഇത് പറഞ്ഞു കൊടുക്കൂ. ആപതിക്കും കരണീയം സ്മരണീയം ചരണയുഗളമമ്പായ
തത്സ്മരണം കിം ഗുരുതേ ബ്രഹ്മാദീനപി കിങ്കരീ ഗുരുതേ. അവിടെ ദേവി ഇതായതുകൊണ്ട് ദേവിയെ പറഞ്ഞു, ദേവനെ ഭഗവാനെ ചിന്തിക്കണം. ഉള്ളിലിരിക്കുന്ന ആത്മാവ്, അവിടെ സ്ത്രീയെന്നും പുരുഷനെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ആ ആത്മാവിനെ നിരന്തരം ധ്യാനിക്കുക. നാരദൻ എപ്പോൾ വന്നുവോ വസുദേവനും ദേവിയും പോയി കാൽക്കൽ വീണ് നമസ്കരിച്ചു. നടത്തുക, നമുക്ക് ദേവിയുടെ പൂജ നടത്തുക. ദേവി ഭാഗവതം എടുത്തുകൊണ്ട് വരൂ. അങ്ങനെ ദേവി ഭാഗവതം നാരദൻ തന്നെ വായിച്ചു. 9 ദിവസമാണ്, നവതിയാണ്. 9 ദിവസം ആ വിധത്തിൽ വായിച്ചു കഴിഞ്ഞു. 9ാമത്തെ ദിവസത്തിൻ്റെ അവസാനത്തിൽ പൂജയെല്ലാം കഴിഞ്ഞ് ഭോജനമെല്ലാം കഴിഞ്ഞ് ബ്രാഹ്മണർക്ക് എപ്പോഴാണോ ദക്ഷിണ സമർപ്പിക്കാൻ, അതായത് ഭഗവാനെത്തുന്നു. കൃഷ്ണനും ജാമ്പവതിയും കൂടി വരുന്നു. രത്നം കഴുത്തിൽ ധരിച്ചിട്ടുണ്ട്, എല്ലാവർക്കും കാണാം. വസുദേവർക്കും ദേവിക്കുമുള്ള സന്തോഷം. ആദ്യം നാരദരെ നമസ്കരിച്ചു, മകനെ പോയി ആലിംഗനം ചെയ്തു. നമുക്കുള്ള പാഠം സദാ ഈശ്വരസ്മരണ, സദാ ഈശ്വരസ്മരണ. ഏതെങ്കിലും ഒരു നാമം പിടിക്കൂ, ആ നാമം ജപിച്ചുകൊണ്ടേയിരിക്കൂ എപ്പോഴും. ഒരിക്കലും അത് പോകരുത്, മനസ്സിൽ മതി, പുറത്തേക്ക് പറയണമെന്നില്ല. സാധിക്കുമെങ്കിൽ പുറത്തേക്ക് പറഞ്ഞോളൂ. ആചാര്യന്മാർ പറയുന്നത് ആ പുറത്ത് നിൽക്കുന്ന ചെടികൾ ഏറ്റവും പാപം ചെയ്തവരാണ്. അതിൽ കുറച്ച് പാപം ആയിട്ടുള്ളവരാണ് ആ നായ, പൂച്ച മുതലായത്. നമ്മുടെ നാമം കേട്ടാൽ അവർക്ക് മോക്ഷം കിട്ടുമെന്നാണ് പറയുന്നത്. പൂന്താനത്തിൻ്റെ കഥയൊക്കെ അതിന് ഉദാഹരണമാണ്. അതിപ്പോൾ നമുക്ക് സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് മനസ്സിൽ ജപിച്ചാൽ മതി, നിരന്തരം ജപിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതെന്താണ് അന്തരം, ഇത് നിരന്തരം, വിടവുണ്ടാവാൻ പാടില്ല. ചിലപ്പോൾ എന്തെങ്കിലും ചില കാര്യം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടി വരുമ്പോൾ വിട്ടുപോകും, സാരില്ല, വീണ്ടും പിടിക്കുക. ഉത്സവത്തിൽ ആ മറ്റേ എന്താ പറയുക, ക്ഷേത്ര ഉത്സവങ്ങൾ നടക്കുന്ന ആ സമയത്ത് നമ്മൾ കുട്ടിയും കൊണ്ട് പോകണു. കുട്ടിയെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. എപ്പോൾ ബലൂണും ആ കോൽമുട്ടായിയും എന്ന് പറയുന്ന സാധനവും ജയൻ്റ് വീലും കാണുമ്പോൾ അവൻ നമ്മുടെ കൈ വലിച്ചുകൊണ്ട് ഓടും. അപ്പോൾ ഒക്കെ വീണ്ടും അവനെ നമ്മൾ പിടിച്ചുകൊണ്ടുവന്ന് സമാധാനിപ്പിക്കുന്നത് പോലെ ചിലത് മേടിച്ചു കൊടുക്കും, ചിലത് ബുദ്ധിമുട്ട് കാണുമെന്ന് പറയും. അതുപോലെ ഈ മനസ്സിനോട് ദേഷ്യപ്പെടരുത്. എന്താ നീ നാമം വിട്ടത് എന്ന് ചോദിക്കരുത്. വീണ്ടും മനസ്സിനെ കുട്ടിയെപ്പോലെ സന്തോഷത്തോടുകൂടി വേണം. മനസ്സടയാൻ പാടില്ല. മനസ്സടഞ്ഞാൽ വലിയ കുഴപ്പമാണ്. വസുദേവർക്ക് എന്തൊന്നില്ലാത്ത സന്തോഷമുണ്ടായി. നാരദരും കൃഷ്ണനും ഒന്ന് നോക്കി. കൃഷ്ണൻ പ്രേരിപ്പിച്ചിട്ടാണ് നാരദ വന്നിരിക്കുന്നത്. ഞാൻ പോകട്ടെ എന്നാൽ. അങ്ങനെ വസുദേവരോടും കൃഷ്ണനോടും യാത്ര ചോദിച്ച് നാരദൻ ബ്രഹ്മലോകത്തിലേക്ക് പോയി. സപതിജ സത്രാജിതേ മണിം പ്രാതാഹ. അപ്പം അത്ര കഥകളൊക്കെ വിട്ടിരിക്കുകയാണ്. ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. 18,000-ന് 1000 അല്ലേ ആക്കണത്, എല്ലാം വിട്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം സഭ കൂടിയതായ സമയത്ത് രത്നത്തിന് ഭഗവാൻ
രാജാവിൻ്റെ കയ്യിൽ കൊടുത്തു. സത്രാജിത്തിന് ആളെ അയച്ചു. സത്രാജിത്ത് വന്നു. അങ്ങനെ ആ സഭയുടെ മുമ്പിൽ വെച്ച് എല്ലാവരും കാണെ രാജാവിനെ കൊണ്ട് അത് സത്രാജിത്തിന് കൊടുപ്പിച്ചു. സത്രാജിതേ മണിം പ്രാതാഹ, സത്രാജിത്തിനായിക്കൊണ്ട് മണി കൊടുക്കുകയുണ്ടായി.